അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിലേക്കും നമ്മൾ ആപ്ലിക് വർക്ക് തന്നെ വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിവിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നമ്മൾ ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്നത് ഈ ഒരു പാനൽ കട്ട് ഫ്രോക്കിൻ്റെ മേക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഫ്രോക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ 3 പീസുകളായിട്ട് ഹാഫ് സർക്കിൾസ് 3 സെറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 3 ഇയർ ആയിട്ടുള്ളൊരു ബേബിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ബേബിൻ്റെ സൈസ് അതിനനുസരിച്ചിട്ട് ലെങ്ത്തിൽ ഇതുപോലെ ഹാഫ് സർക്കിൾസ് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഫുൾ സർക്കിൾ തന്നെ കട്ട് ചെയ്തിട്ട് അത് ഹാഫ് സർക്കിളായിട്ട് കട്ട് ചെയ്താലും മതി. ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് എടുക്കുന്ന സമയത്ത് എക്സ്ട്രാ എടുക്കുക, അതുപോലെ തന്നെ ലെങ്ത്തും 1 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മടക്കിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ലെങ്ത്തിലേക്കാവും. നിങ്ങൾ എക്സ്ട്രാ ലെങ്ത്ത് എടുക്കുക. ഇപ്പം ഞാനിതുപോലെ സാറ്റിൻ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. 3 പീസ് ഹാഫ് സർക്കിൾസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷ് ഫാബ്രിക്കും 3 പീസുകൾ ഹാഫ് സർക്കിൾസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മെഷ് ഫാബ്രിക്കിലേക്ക് ഇതുപോലെ ബോണിങ് നെറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചസിൻ്റെ ബോണിങ് നെറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ലെയറായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം 3 പീസിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സർക്കിൾസ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് അംബ്രല്ല കട്ട്, സർക്കിൾ എന്ന് പറയുമ്പോൾ മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഫുൾ സർക്കിൾ എന്ന് പറയുന്ന അംബ്രല്ല കട്ടിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസായിട്ട് എടുക്കാം, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇനി കൂടുതൽ ലെയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫാബ്രിക്സ് എടുത്താൽ മതി. പാനൽസ് വേണമെങ്കിൽ അതിനനുസരിച്ച് ഫാബ്രിക്സ് എക്സ്ട്രാ എടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലെങ്ത്തിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല, വേസ്റ്റിൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ഇവിടെ ഇതുപോലെ ഉണ്ട് ബോണിങ് നെറ്റ്. നമ്മൾ 3 പീസസ് ആയിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പം സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാരണം ബോണിങ് നെറ്റ് ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് കൂടുതൽ വേഗം എളുപ്പമായിരിക്കും. ഇതുപോലെ ഓരോ ലെയേഴ്സിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം ഇതിൽ നമ്മൾ 3 ഇഞ്ചസിൻ്റെതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് 4 ഇഞ്ചസിൻ്റെയോ 3 ഇഞ്ചസിൻ്റെയോ 2 ഇഞ്ചസിൻ്റെയോ ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 ഇഞ്ചസിൻ്റെയാണ് കൂടുതലുണ്ടായത്. അപ്പം ഞാനത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലോളം നമ്മൾ സ്പേസിൻ്റെ പോർഷനോളം ഈ ഒരു സെയിം സാധനം തന്നെയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ മെയിൻ ഫാബ്രിക്കായിട്ട്, അതായത് സാറ്റിൻ ഫാബ്രിക്കാണ് നമ്മൾ ഫസ്റ്റ് ലെയറിൽ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം എനിക്കിവിടെ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുപോലുള്ള പാനൽ കട്ട് ഫ്രോക്ക് ചെയ്തിട്ടില്ല. അതിലേതോ ഒരു വീഡിയോയിൽ നമ്മൾ ഫാബ്രിക്സ് എടുക്കുന്ന സമയത്ത് ഈ മെഷ് ഫാബ്രിക്കിനേക്കാൾ നമ്മൾ ഈ ബോണിനെറ്റ് ആഡ് ചെയ്യുന്ന ഫാബ്രിക്കിനേക്കാളും കൂടുതൽ എടുത്തും ലെങ്ത്തൊക്കെ നമ്മൾ മെയിൻ ഫാബ്രിക് എടുക്കണമെന്ന് അതിലോ കണ്ടിട്ടുണ്ടായി. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ വീഡിയോസും ഫുള്ളായിട്ട് കണ്ടില്ല, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഇത് ഇങ്ങനെ ഞാൻ എക്സ്ട്രാ ഫാബ്രിക്സ് എടുത്തുകൊണ്ട് എനിക്ക് ഫുള്ളിങ്ങനെ ഏത്തക്കൊത്തായിട്ട് എക്സ്ട്രാ അങ്ങോട്ടൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ 2-3 പ്രാവശ്യം ഇതുപോലെ സ്റ്റിച്ചസൊക്കെ അഴിച്ചിട്ടാണ് ലാസ്റ്റ് ലെയറിലുള്ള നമ്മൾ ബോണിനെറ്റൊക്കെ ഇങ്ങനെ വല്ലാതെ വലിയ ലാസ്റ്റ് സത്യം പറഞ്ഞാൽ വാരിക്കൂട്ടി കത്തിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായി ഈ ഒരു ഫ്രോക്ക്. കാരണം ഫസ്റ്റ് ടൈം ആയിട്ടുണ്ടോ നമുക്ക് കുറേ അബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ, അത് തന്നെയാണ്. അപ്പം അങ്ങനെ കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായി ഈ ഒരു ഫ്രോക്കിൽ. 2-3 ദിവസം സ്റ്റിച്ച് ചെയ്യാൻ മൂലക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, മതിയാക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അത്രയ്ക്കും, കാരണം ഇതിൻ്റെ പാനൽസൊന്നും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ രണ്ടാമതും അങ്ങനെയൊക്കെ മാറ്റിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായത്. കറക്റ്റ് സൈസിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് രണ്ടും ഒരേ അളവിൽ തന്നെ എടുത്താൽ മതിയാവും. അങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ നോർമലി ഫ്രോക്കൊക്കെ ചെയ്യുമ്പം എന്തെങ്കിലും കട്ടിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയാലും നമ്മൾ സ്റ്റിച്ചിങ് ലെവലാക്കാമെന്ന് വിചാരിക്കുമല്ലോ. പക്ഷേ ഈ ഒരു ഫ്രോക്കിൽ അങ്ങനെ നടക്കില്ല. നമ്മൾ എന്തെങ്കിലും ചെറിയൊരു അബദ്ധം, കാരണം നമ്മളിതൊക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറാം, പാനൽസൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പാനൽസ് കിട്ടും. ഈ ഒരു ഫ്രോക്കിൽ നമുക്ക് സാമ്പിൾ വർക്കൊന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടായിട്ടില്ല. ഒന്നാമത് നോമ്പ്, ചൂട്, ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ. പക്ഷേ അല്ലെങ്കിലും നമുക്കിത് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റി ആ ഒരു ലുക്കിലേക്ക് തന്നെ.
അപ്പം കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ ബോണിങ് നെറ്റ് ലാസ്റ്റ് ഈ ഒരു ലെയറിലില്ലേ ബോണിങ് നമ്മൾ സാറ്റിൻ ഫാബ്രിക്കിൽ ഒരു ലെയർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ ഇതുപോലെ നമ്മൾ ബോണിങ് നെറ്റ് അതുപോലെ തിരിച്ചിട്ടിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അതിന് ബോർഡർ പോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര ഒരു വീതിയിൽ അപ്പോൾ ആ ഒരു ഭംഗിയുണ്ട് അത് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നതിനേക്കാളും. അപ്പോൾ ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വീഡിയോസ് എടുത്തത്, അല്ലാതെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. കാരണം എന്തായാലും എനിക്കറിയാം ഇതെന്തായാലും ഫ്ലോപ്പ്, കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എന്തായാലും അത്ര സക്സസ് ആവില്ലല്ലോ. അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ഇല്ല എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ഇതുപോലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വീഡിയോസ് എടുത്തിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഞാൻ ഇതുപോലെ ലാസ്റ്റ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായത്. നമ്മൾ റെഫറൻസ് പിക്ക് നമുക്ക് തന്നിട്ടുണ്ടായിട്ടോ, ഇതാണ് റെഫറൻസ് പിക്ക്. അതിൽ നമ്മൾ വരുന്ന ആ ഒരു പൊസിഷൻ നമ്മൾ അങ്ങനെ റെഫറൻസ് പിക്കൊക്കെ നോക്കുമല്ലോ, അപ്പം അങ്ങനെ ഒരു ഇത് തരണം എന്ന് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ കിട്ടി. പിന്നെ ഞാനിതിൽ തന്നെ പാനൽസ് ഇതിന് വേണ്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഓരോ പാനൽസ് ആക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പാനൽസ് വേണ്ടതെന്നുള്ളത് അതിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. കാരണം നമ്മൾ മറ്റേ നെറ്റ് ഫാബ്രിക്കിൻ്റെ മുകളിൽ സാറ്റിൻ ഫാബ്രിക് കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാനൽസ്. അതിന് ശേഷമാണ് ആ പാനൽസ് ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയാസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പം ഇത് കാണുമ്പം ഇതിങ്ങനെ ചെയ്യുന്നതിനേക്കാളും അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയിൽ കിട്ടുമെന്നൊക്കെ തോന്നുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഐഡിയ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്. അതിനിടയിൽ നമ്മൾ ആ ഫ്രോക്കിലൊരു ഫ്ലവർ വർക്കും കൂടി വരുന്നുണ്ട്. അപ്പം ഞാനത് എംബ്രോയ്ഡറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മെഷീനൊന്ന് ചെറിയ ഡാമേജ് ആയി. അപ്പം എനിക്കത് വർക്ക് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് കസ്റ്റമറിനോട് പറഞ്ഞിട്ടുണ്ടായിട്ടോ, അത് നമുക്ക് ഈ വർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കസ്റ്റമറിന് പ്രശ്നമില്ല, നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രോക്കിൻ്റെ ഒക്കെ വീഡിയോസ് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല, ബാക്കിയൊക്കെ ഓക്കെ ആയ മതി നിലയിലായിരുന്നു. അപ്പം പിന്നെ നമുക്ക് സമാധാനമായി. അപ്പോൾ ആ ഫ്ലവർ വർക്ക് അവിടെ സ്റ്റോപ്പായി. നമ്മൾ മെഷീന് ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ പാനൽസ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെങ്കിൽ 2 പ്രാവശ്യം ഞാനിത് വീണ്ടും പാനൽസൊക്കെ അയച്ച് മാറ്റിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ആപ്ലിക് വർക്ക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ സോൾഡറിങ് മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് അതിലേക്ക് വെച്ചിട്ട് കറക്റ്റ് ഫാബ്രിക്സ് ഈ ഒരു ഫ്രോക്കിലേക്കുള്ള. അപ്പോൾ ഈ കറക്റ്റ് ഫാബ്രിക്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഫാബ്രിക്സ് വേറെ നെറ്റ് ഫാബ്രിക് വെച്ചിട്ട് വാങ്ങിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വർക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ പീസ് ഇങ്ങനെ അതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചെയ്തിട്ടുള്ളത്. ഇത് രാത്രി മൊത്തം നമ്മൾ ഇരുന്നിട്ട് ഇതായിരുന്നു പണിയൊക്കെ. അപ്പോൾ അത് ലേറ്റിൻ്റെ പ്രശ്നം. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നമ്മളത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ അതിൽ ഫ്രണ്ടിലേക്ക് കുറച്ചിങ്ങനെ ഒരു ബോ പോലെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സ്ട്രക്ചേർഡ് ബോ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് 3 പീസ് ഇതുപോലെ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു പീസിൽ ഇതുപോലെ ആപ്ലിക് വർക്കും കൂടെ വെച്ചിട്ട് അങ്ങനെ അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ ഇത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റത്തെ ഫ്രോക്കാണല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിലേക്കും നമ്മൾ ആപ്ലിക് വർക്ക് തന്നെ വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. കാരണം നമ്മളിനിയും കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പേജൊന്ന് റീച്ചായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഒരുപാട് ആൾ സ്ട്രക്ചർഡ് ഫ്രോക്കിൻ്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് റീച്ച് ആകാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് 2 ഫ്രോക്കാണ് കേട്ടോ ഇവർക്ക് പാക്ക് ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു സ്ട്രക്ചർഡ് ഫ്രോക്കും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 7 ഇയേഴ്സിൻ്റെതാണ്. അപ്പോൾ നമ്മൾ 1 ഇയർ ബേബീൻ്റെ ഡെമ്മിൻ്റെ അതിലേക്കാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഓവർ സൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവില്ല, പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.